ആയിരക്കണക്കിന് ജീവനാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരക്ഷിത പ്രശ്നങ്ങൾ കൊണ്ട്. ആ വെള്ളം ഫുള്ള് ഒഴിച്ചിട്ട് ഇവിടെ വലിയ അഗാധമായ ഗർത്തമായിരുന്നു. ഇപ്പോൾ അവർ കുറച്ച് കല്ല് കെട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയും വെള്ളം വന്നാൽ വീണ്ടും ഇത് സ്ഥിതിയാകാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു മഴ വന്നാൽ ഇതൊന്നും റോഡേ ഉണ്ടാവില്ല ഇവിടെ. ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം. മുന്നെത്തിയിരിക്കുന്നത് കേരള കർണാടക അന്തർ സംസ്ഥാന പാതയായ ബെൻഹിൽ മൂസാൻപേടയ്ക്ക് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ റോഡിൻ്റെ നമ്മളെ ഈ അന്തർ സംസ്ഥാന പാതയുടെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. ശരിയായിട്ട് ശരിയായിട്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. കലിങ്ങിൻ്റെ സൈഡ് റോഡ് തന്നെ ഏകദേശം ഇടിഞ്ഞ് പോകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുറച്ച് കരിങ്കല്ലൊക്കെ ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കച്ചവടക്കാരും അതേപോലെ തന്നെ ഇവിടുത്തെ ലോറി ഡ്രൈവർമാരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നേലാം. വാ. ഇവിടെ ഒരുപാട് പരാതികളാണ് ഇവർക്ക് പറയാനുള്ളത്. എന്താണ് അധികൃതരോട് പറയാനുള്ളത്? രാത്രി കാലങ്ങളിൽ ആയിരക്കണക്കിന് വണ്ടി റോഡിലൂടെ പാസ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയാണിത്. ടൂറിസ്റ്റ് ബസ്സുകാരെല്ലാം ചിലപ്പോൾ ഉറക്കമൊഴിഞ്ഞെല്ലാം വരുന്ന ആൾക്കാരാണ്. അവരെല്ലാം ഏത് നിമിഷവും അപകടത്തിൽപ്പെടാം. നമുക്ക് അധികാരികളോട് അതാണ് അറിയിക്കേണ്ടത്. KSTP വർക്ക് പൂർത്തീകരിക്കാണ്ട് പോയി ഇതിൻ്റെ ഫണ്ടും മേടിച്ചുകൊണ്ട് പോയതാണ്. ബാക്കി വർക്ക് അത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്നാണ് നമ്മുടെ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പരാതികൾ പറഞ്ഞിരുന്നു ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ പുറകെ പരാതികളുമായിട്ട് പോയതാണ്. അധികൃതർ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാലവർഷം കനത്തുകൊണ്ടിരിക്കുകയാണ്. മഴ ഇനി കൂടിക്കഴിഞ്ഞാൽ റോഡ് പകുതി ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഇവിടെ. പകുതിയല്ല, മുഴുവൻ ഇടിഞ്ഞു പോകും. നല്ലൊരു മഴ വന്നാൽ ഇതൊന്നും റോഡേ ഉണ്ടാവില്ല ഇവിടെ. അതാണ് നമുക്ക് പറയാനുള്ളത്. ജില്ലയെല്ലാം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നിങ്ങൾ ഇതിൻ്റെ അവസ്ഥകൾ കാണുന്നില്ല. ഇത് അടി മുഴുവൻ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിനിപ്പോൾ ജില്ലയെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലോട്ടാണ് പോകുന്നത്. ഫുൾ ഭാഗം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര ഒലിച്ചുകൊണ്ടാണ് ഇവർ കുറച്ച് കല്ല് കൊണ്ട് അവിടെ ഇട്ടത്. ഈ ഭാഗം എല്ലാം ഫുള്ള് ജില്ല ഒലിച്ചു പോയില്ല. അതിൻ്റെ പുറത്ത് കുറച്ച് കല്ല് കൊണ്ടിട്ടുന്നേ ഉള്ളൂ. അത്രയ്ക്കും ഭീകരാന്തരീക്ഷം ഇത്. അതുകൊണ്ടാണ് നമ്മളിവിടെ തെളിച്ച് വെച്ചത്. കാരണം ആരെങ്കിലും വന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു റിബൺ കെട്ടുകൊണ്ട് എന്ത് കാര്യമുണ്ട് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഈ ഒരു 4 റിബൺ വലിച്ചു കെട്ടിക്കൊണ്ട് ഇവിടെ കാര്യമുണ്ടോ? ഇതിപ്പോൾ കേരളത്തിൻ്റെ പല റോഡുകളിലെ ഏറ്റവും കൂടുതൽ അവസ്ഥ ഇതാണ്. ഈ റിബണ ഇപ്പോൾ കാണാനുള്ളൂ, റോഡ് കാണാനില്ല. കുണ്ടും കുഴികളായിട്ട് നിരന്തരം ആക്സിഡൻറ്റുകളും അപകടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ജീവനാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഡും സുരക്ഷിത പ്രശ്നങ്ങൾ കൊണ്ട്. ഇത് വെള്ളം ഇവർ ഈ പിന്നെ പൈപ്പ് ഇപ്പത്തെ കൂടി ആക്കിയില്ല. ഒന്നാമത്തേല് എൻ്റെ അവരോട് 2 പ്രാവശ്യമായി വിളിച്ചു പറയുകയും ചെയ്യും. KSTPൻ്റെ അവരോട് വിളിച്ചു പറഞ്ഞു. ഇതൊരു അപകട ഭീഷണിയാണ്. ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നല്ലേ? അതെ, അത് അവരോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആക്കിയിട്ടില്ല. ഇല്ല. ഇത് വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ്. എന്താണ് അധികൃതരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് കുറേ മാസങ്ങളായി ഇങ്ങനെ തന്നെ ഇടിഞ്ഞു കിടക്കുന്നത്. KSTPൻ്റെ റോഡിൻ്റെ ഒരു സൈഡ് കെട്ടി മറ്റു സൈഡ് കെട്ടാത്ത ഭാഗമാണിത്. അവർ ഇതിനെ കെട്ടാനുള്ള അന്ന് കുറച്ച് സാധനങ്ങളെല്ലാം ഇറക്കിയെന്നല്ല പിന്നീട് ഭാഗങ്ങൾ അവരൊന്നും ചെയ്തിട്ടില്ല. ഈ റോഡെന്ന് വെച്ചാൽ തമിഴ്നാട് കർണാടക അന്തർ സംസ്ഥാന പാതയാണ്. ഇവിടെ 1000 പ്രതി വാഹനങ്ങൾ ഡെയിലി ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനത്തെ അപകടാവസ്ഥയാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർമാർ ആ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം 2 വാർഡ് മെമ്പറുണ്ട്. ഒന്ന് കോൺഗ്രസിൻ്റെ ഒന്ന് മാർക്സിൻ്റെ വാർഡ് മെമ്പർമാരാണ്. അവരോട് 2നെ വിളിച്ച് അവരെ വരുത്തി നമ്മൾ കാണിച്ച് കൊടുത്താണ് ഈ ഭീകരാന്തരീക്ഷം. എന്നിട്ട് അവരൊന്നും നടപടി ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഫുള്ള് കാടായിരുന്നു. വരുന്ന വണ്ടികൾക്ക് ഇതിൻ്റെ അപകടം മനസ്സിലാക്കട്ടെ എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ കാടെല്ലാം വെട്ടി തെളിച്ച് വെച്ചു. അന്നേരം അതിനുശേഷമാണ് ഈ വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പും അവർ കുറച്ച് കല്ലും കൊണ്ടിട്ടത്. അതിനുശേഷം അവിടെ അത് വെള്ളം വരുമ്പോൾ നല്ല കുത്തൊഴുക്കല്ലേ വെള്ളം. ഈ ചെരിഞ്ഞ പ്രദേശമായതുകൊണ്ട് നല്ല മുകളിൽ നല്ല വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം ഫുള്ള് ഒഴിച്ചിട്ട് ഇവിടെ വലിയ അഗാധമായ ഗർത്തമായിരുന്നത്. അത് ഇപ്പോൾ അവർ കുറച്ച് കല്ല് കെട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. എന്നാലും അത് മണ്ണിൻ്റെ മുകളിൽ വെറുതെ വെച്ചാൽ ഇനിയും വെള്ളം വന്നാൽ വീണ്ടും അത് വീണ്ടും ഇത് സ്ഥിതിയാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒത്തിരി വണ്ടികൾ ഇവിടെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് സൈഡാക്കിയിട്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. KSTPനോട് പരാതിപ്പെട്ടു, പഞ്ചായത്തിനോട് പരാതിപ്പെട്ടു, വാർഡ് മെമ്പർമാരോട് പരാതിപ്പെട്ടു. ആർക്കും ഒരു വിധ നടപടി ഇതിനടുത്ത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയാണ്. ശരിക്കും നല്ല അനാസ്ഥയാണ് ഇത്. കാരണം ഇവിടെ എന്തെങ്കിലും ഒന്ന് പൊരിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലേ മറ്റുള്ള നമ്മൾ കാണുന്ന പോലെ തന്നെ അപകടം ഉണ്ടായി മാത്രമേ നടപടിയെടുക്കൂ എന്നുള്ളൊരവസ്ഥയാണ് നമ്മുടെ നയം. ആ നയമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കാരണം പല പ്രാവശ്യം നമ്മൾ ഈ അപകടാവസ്ഥ പറഞ്ഞിട്ട് ഇവരാരും തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ കെട്ടി സംരക്ഷിച്ച ഒരു ഭിത്തിയോ എന്തെങ്കിലും ആക്കി സംരക്ഷിക്കണം എന്നാണ് നമുക്ക് ഇതിനോട് പറയാനുള്ളത്. കാരണം നമ്മളാണ് ഇതിനോട് ചേർന്നുള്ള വർക്ക്ഷോപ്പും കാര്യങ്ങളുള്ളത്, നമുക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വരിക. പല അപകടങ്ങളും ഇവിടെ ഡെയിലി നടക്കുന്നുണ്ട്. ഇവിടെ വണ്ടികൾ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇതും ഒരു വലിയൊരു അപകടം വരുത്തരുതെന്ന് എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. അതിനൊരു നടപടി സ്വീകരിക്കാം, ഇത്രയേ പറയാനുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ റോഡിൻ്റെ സൈഡുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന റിബണാണ് ഈ കാണുന്നത്. ഈ റിബണിന് ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്, വിൽപ്പന സാധ്യതകളുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ എവിടെ റോഡിൽ കുഴിയുണ്ടോ അവിടെ ഈ റിബണുകൾ ഇങ്ങനെ വലിച്ചു കെട്ടിയല്ലാതെ ആ റോഡ് വൃത്തിയാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നമ്മളോട് ഇപ്പം സംസാരിച്ചവർ പറയുന്നത്. ഇത് നമ്മുടെ കേരള കർണാടക അന്തർ സംസ്ഥാന പാതയാണ്. നമ്മുടെ ബെൻഹിൽ മൂസാൻപീടിയയ്ക്ക് സമീപത്തെ ഈ കലിങ്ക് വളരെ അപകടാവസ്ഥയിലാണ്. ഈ കലിങ്ങിനോട് ചേർന്നിട്ട് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട്. ടാറിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അടന്ന് മാറിയിട്ടുണ്ട്. കാലവർഷം കനക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലെ കടന്നു പോകുന്നത്. രാത്രികാലങ്ങളിൽ ടൂറിസ്റ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ പച്ചക്കറിയുമായി വരുന്ന വലിയ വാഹനങ്ങൾ, ഗ്യാസുമൊക്കെയായി വരുന്ന വലിയ ലോറികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഈ ഒരു അന്തർ സംസ്ഥാന പാതയിൽ വലിയ ഒരു അപകടമാണ് ഒളിച്ചിരിക്കുന്നത്. അപകടം വന്നിട്ട് അധികൃതർ ഓടിയെത്തിയിട്ട് കാര്യമില്ല. ഇത് ഇവിടുത്തെ PWD ഏറ്റവും പെട്ടെന്ന് തന്നെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോയാൽ പോരാ, PWD അധികൃതർ ഇത് ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ മൂസാൻപീടിയിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.